ഇന്ന് ഒക്കിനാവ കാഴ്ചകളുടെ ആദ്യ ദിവസമാണ്. ഇവിടെ വന്നിട്ടൊരു കാർ റെൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും സൗകര്യം. ഒക്കിനാവ എന്ന് പറയുന്നത് ജപ്പാൻ്റെ സദേൺ മോസ്റ്റ് പാർട്ടിലുള്ള ചെയിൻ ഓഫ് ഐലൻഡ്സ് ആണ്. പണ്ട് ര്യൂക്യു കിങ്ഡത്തിൻ്റെ കീഴിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയിരുന്നു ഒക്കിനാവ. 1800കളിലാണ് ജപ്പാൻ്റെ കീഴിൽ വരുന്നത്. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് യുദ്ധത്തിൻ്റെ കോൺസിക്വൻസസ് ഏറ്റവും കൂടുതൽ അനുഭവിച്ച പ്രദേശം കൂടിയാണ് ഒക്കിനാവ. യുദ്ധത്തിന് ശേഷം ഏകദേശം 30 വർഷത്തോളം ഒക്കിനാവ അമേരിക്കയുടെ കീഴിലായിരുന്നു. അതിനുശേഷം 1972ലാണ് ജപ്പാൻ തിരിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്കിനാവയുടെ കൾച്ചർ ജാപ്പനീസിൻ്റെ അമേരിക്കയുടെ ഒരു മിക്സ്ഡ് കൾച്ചറാണ്. ആദ്യം നമ്മൾ പോകുന്നത് സെനഗ ഐലൻഡിലെ ഉമിക്കാജി ടെറസ് കാണാനാണ്. സെനഗ ഐലൻഡ് നാഹ എയർപോർട്ടിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു ഐലൻഡാണ്. എയർപോർട്ടിൻ്റെ റൺവേയും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഒക്കെ വളരെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ച തന്നെ ഈ ഐലൻഡിനെ വളരെ ഫേമസ് ആക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഐലൻഡ് US മിലിറ്ററിയുടെ കീഴിലായിരുന്നു. പിന്നീട് ജപ്പാന് തിരിച്ചു കിട്ടിയ ശേഷം ഈ ഐലൻഡിനെ ടൂറിസത്തിന് വേണ്ടിയും ലെഷർ ആക്ടിവിറ്റിക്ക് വേണ്ടിയും ഡെവലപ്പ് ചെയ്തെടുക്കുകയായിരുന്നു. ഗ്രീസിലെ സന്തുരണി പോലെ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ തീമിലാണ് ഈ ഐലൻഡ് പണിതിരിക്കുന്നത്. 2015ലാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ പോകുന്നത് കൊക്കുസായി ദോറിയിലേക്കാണ്. കൊക്കുസായി എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ എന്നും ദോറി എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് എന്നുമാണ്. നാഹ പട്ടണത്തിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ഇരുവശങ്ങളും പാം ട്രീസ് വളർന്ന് അങ്ങനെ നിൽക്കുകയാണ്. നല്ലൊരു ട്രോപ്പിക്കൽ വൈബാണ് കിട്ടുന്നത്. തദ്ദേശീയർ ഈ സ്ട്രീറ്റിനെ മിറാക്കിൾ മൈൽ എന്നും വിളിക്കുന്നുണ്ട്. കാരണം യുദ്ധശേഷം ഏതാണ്ട് പൂർണ്ണമായും നശിച്ച നാഹ പട്ടണത്തിൽ
അതിവേഗം വളർന്നു വന്ന ഒരു മെയിൻ സ്ട്രീറ്റായിരുന്നു ഇത്. ഒക്കിനാവയിൽ വന്നാൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് അമേരിക്കൻ വില്ലേജ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണ് അമേരിക്കൻ വില്ലേജ്. ഈവനിങ് ആയാൽ ലൈറ്റുകൾ കൊണ്ട് വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ധാരാളം ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഉള്ള മനോഹരമായ ഒരു സ്ഥലമാണ്. ഈവനിങ് വരുന്നതാണ് ഏറ്റവും നല്ലത്. അമേരിക്കൻ മിലിറ്ററി ബേസിനോട് ചേർന്ന് US സോൾജേഴ്സിന് വേണ്ടി പണിത ഒരു എൻ്റർടൈൻമെൻറ്റ് ഏരിയയാണിത്. 1990-നും 2000-നും ഇടയിലാണ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഈ കാണുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തത്.